ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുക്കിങ്ങും ക്ലീനിങ്ങും സ്കിൻ കെയർ ഹെയർ കെയർ എല്ലാം ഇൻക്ലൂഡ് ആക്കി വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ അപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടാണ്ട്. ഈ വീഡിയോ ഞാൻ നോമ്പിന് മുന്നേ എടുത്ത് വെച്ചത്. ഞങ്ങൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെയായിട്ട് ഞാൻ എഡിറ്റിംഗ് ആക്കാനോ അപ്ലോഡ് ആക്കാനോ ഒന്നും ആയിട്ടില്ല. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ മോനക്ക് മദ്രസയിൽ എക്സാം ഉണ്ടായി. ആ സമയത്ത് ഞാൻ മോനെ മദ്രസക്ക് അയച്ച പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പൂരിയാക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് ഗോധിപ്പൊടി, 1 ഗ്ലാസ് മൈദപ്പൊടി, പിന്നെ 1/2 ഗ്ലാസ് റവയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായി. അതിനെ ചെറിയ ചെറിയ ഉണ്ടാക്കിയിട്ട് റൊട്ടി മെഷീനിൽ ഞാനിങ്ങനെ പ്രസ് ആക്കിയിട്ട് ഓരോന്ന് തന്നെ ചുട്ടെടുത്ത് നല്ല പാങ്ങിൽ പൊന്തി വരുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായി. അങ്ങനെ പൂരിയെല്ലാം ചുട്ടിട്ടായ പിന്നെ കുട്ടികളെ ലഞ്ച് ബോക്സെല്ലാം റെഡിയാക്കുമ്പോൾ എൻ്റെ മോന് മദ്രസയിൽ നിന്ന് വന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയ പിന്നെ കുട്ടികളെ സ്കൂൾക്ക് റെഡിയാക്കിയിട്ട് സ്കൂൾക്ക് കൊണ്ടാക്കിയിട്ട് വന്ന് അങ്ങനെ കുട്ടികളെ സ്കൂൾക്ക് കൊണ്ടാക്കിയിട്ട് വന്ന് പിന്നെ ഹെയർ പാക്ക് ആക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് ഞാൻ ഉലുവയും കറിജീരകവും നല്ലോണം കയറ്റി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായി. അതിനെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളത്തിനെ ഒരു ബൗളിലേക്ക് ഊറ്റി വെച്ച് എന്നിട്ട് ആ വെള്ളത്തിന് തന്നെ കുറച്ച് ഒഴിച്ചിട്ട് എത്ര തിക്നെസ് വേണമെന്ന് നോക്കിയിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തു. ഇപ്പം നല്ല നൈസായിട്ട് അരിഞ്ഞിന്. ഇനി ഇതിനെ ഒരു തെളിപ്പുള്ള തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുക. ഇത് നല്ല തിക്ക് പേസ്റ്റ് ആയതുകൊണ്ട് പിഴിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുറച്ചിങ്ങനെ ഇതാക്കി നല്ല കട്ടിയിൽ പിഴിഞ്ഞിട്ട് അതിൻ്റെ പേസ്റ്റ് എടുക്കാം. ഇത്ര പേസ്റ്റ് കിട്ടിന്. ഇനി അതിനെ ലൂസാക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനെ ലൂസാക്കി എടുക്കുക. ഹെയർ പാക്ക് ഇടുന്നതിന് മുമ്പ് ഞങ്ങൾ മുടിൻ്റെ ചിക്കനെല്ലാം എടുത്ത് പിന്നെ ഓയിൽ മസാജ് ആക്കണം. എന്നിട്ട് ഞങ്ങൾ സ്കാൽപ്പിനെല്ലാം നല്ല നീട്ടായിട്ട് അപ്ലൈ ആക്കി കൊടുക്കുക. അങ്ങനെ ഹെയർ പാക്കെല്ലാം ഇട്ടിട്ടായ പിന്നെ ഞാൻ പേരൻ്റെ ഉള്ളെല്ലാം പാങ്ങൊരു ഒത്തരാക്കിയിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് തന്നെ അടിച്ച് പരിക്കൊണ്ട് വന്നു. അങ്ങനെ ഉള്ളെല്ലാം അടിച്ച് പരട്ടായ പിന്നെ പാത്രമെല്ലാം കയറ്റി വെച്ച് പാത്രമെല്ലാം കയറ്റായ പിന്നെ കയ്യ പാത്രത്തിനെല്ലാം അതത് സ്ഥലത്ത് എടുത്ത് വെച്ച് അങ്ങനെ പാത്രമെല്ലാം എടുത്ത് വെച്ചിട്ടായ പിന്നെ ഗ്യാസ് സ്റ്റൗവും കൗണ്ടർ ടോപ്പും ടൈൽസെല്ലാം നല്ല നീട്ടായിട്ട് തുടച്ചിട്ട് കൗണ്ടർ ടോപ്പെല്ലാം തുടച്ചിട്ടായ പിന്നെ കുപ്പി വെക്കുന്ന സ്ഥലത്തെല്ലാം പാങ്ങിൽ തുടച്ച് എന്നിട്ട് പാത്രമൊക്കെ ഒന്ന് സിങ്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ടിട്ട് പാങ്ങിൽ കയറ്റി അതിൻ്റെ സൈഡെല്ലാം നീട്ടായിട്ട് തുടച്ച്. എൻ്റെ വീഡിയോസ്ക്കെല്ലാം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് കൗണ്ട് കുറവുണ്ട്. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് എല്ലാം അപ്ലോഡ് ആക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കൗണ്ടർ ടോപ്പും സിങ്കിൻ്റെ സൈഡെല്ലാം നല്ല നീട്ടായിട്ട് തുടച്ചിട്ട് അങ്ങനെ പാത്രമെല്ലാം കയറ്റി കിച്ചണെല്ലാം ക്ലീൻ ആയി പിന്നെ ഒരു സൈഡ് തന്നെ നില തുടച്ചുകൊണ്ട് വന്നു. അങ്ങനെ അടിക്കലും തുടക്കലും പാത്രം കവലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മെഷീനിൽ തുണി കവാനിട്ടുണ്ടായി. അതിനെല്ലാം ഞാൻ ഉണങ്ങാനിട്ട്. ഇപ്പോൾ 12:30 മണിയായിന്.
ഞങ്ങൾക്ക് പെരൻ്റെ പണിയെല്ലാം ആയ പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് തിന്നണോ. അപ്പോൾ ഇന്ന് ബത്തക്ക ഉണ്ടായി, അതിനെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതിന് കുറച്ച് ഉപ്പ് പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് തിന്ന്. ഇതിലൊരു 2-3 കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി ഫേസ് പാക്ക് ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കിയുള്ള ബത്തക്ക പീസിന് കുറച്ച് ഉപ്പ് പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് തിന്നു. ഫേസ് പാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി. അതിനിങ്ങനെ ഞൗണ്ടിയിട്ട് അതിൻ്റെ നീരെടുത്ത് ഇനി ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂണ് കാപ്പിപ്പൊടി, 1/2 ടീസ്പൂണ് ബത്തക്ക നീര്, പിന്നെ കുറച്ച് തേൻ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇത് നല്ലോണം മിക്സ് ആയ പിന്നെ ഫേസിലേക്കും നെക്കിലേക്കും കയ്യിലേക്കെല്ലാം അപ്ലൈ ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ കുളിച്ച്. അങ്ങനെ എൻ്റെ കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ ഫേസിലേക്ക് ന്യൂട്രിഡെർമൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ആക്കി കൊടുത്ത്. അങ്ങനെ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ആക്കിയ പിന്നെ ഞാനൊരു ലിപ് ബാം ഇട്ട്, എന്നിട്ട് കൈക്കും കാൽക്കെല്ലാം നിവിയൻ്റെ ബോഡി ലോഷൻ അപ്ലൈ ആക്കി. അങ്ങനെ ചെറുതായിട്ടൊരു സ്കിൻ കെയർ എല്ലാം ആക്കിയിട്ടായി പിന്നെ ഉച്ചക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ട് കറിയാക്കാൻ ഞാൻ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതിനെ പാങ്ങിൽ കയറ്റി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവാൻ വെച്ച്. ഉരുളക്കിഴങ്ങ് വേകുമ്പോഴേക്കും ഞാനൊരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവിതിട്ട് കൊടുത്ത്, ഇനി ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയോ 1 സ്പൂണ് മല്ലിപ്പൊടിയോ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയോ പിന്നെ കുറച്ച് എഗ്ഗ് മസാല ഇട്ടിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്ത്. ഇപ്പോൾ തേങ്ങ നല്ല നൈസായിട്ട് അരിഞ്ഞതിന് ഇനി മറ്റേ സൈഡിൽ ഒരു ചട്ടി ചൂടാകാൻ വെച്ച്, ചട്ടി ചൂടായ പിന്നെ എനിക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്. വെളിച്ചെണ്ണ ചൂടായ പിന്നെ എനിക്ക് 3 പച്ചമുളകും ഒരു 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയതും പിന്നെ 1 സ്പൂണ് കല്ലുപ്പും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ പിന്നെ ഇപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ കളറായിന്, അതിനെല്ലാം നല്ല പാങ്ങിൽ മിക്സാക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇത് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിന് തക്കാളിയെല്ലാം പാങ്ങിൽ വെന്തിന്, അതിനെ ഇങ്ങനെ പാങ്ങിൽ മിക്സ് ആക്കാം. തക്കാളിയെല്ലാം നല്ല ഇങ്ങനെ സ്നാഷായിട്ട് കിട്ടണം. ഉള്ളിയും തക്കാളിയെല്ലാം പാങ്ങിൽ വെന്ത പിന്നെ ഇനി ഇതിലേക്ക് അവരക്കുരു ഇട്ട് കൊടുക്കുക. അവരനെ തൊലിച്ചിട്ട് അതിൻ്റെ കുരുവിനെ നൈറ്റ് വെള്ളത്തിട്ട് വെക്കണം. എന്നിട്ട് രാവിലെ അതിൻ്റെ തോലെടുത്തിട്ട് അതിന് പിന്നെ കറിക്ക് യൂസ് ആക്കുക. അവരക്കുരു നല്ലോണം മിക്സാക്കി പിന്നെ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അതിൻ്റെ വെള്ളത്തോടെ തന്നെ ഒഴിച്ചിട്ട് അതിനെ നല്ലോണം മിക്സാക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കുക. കറി എത്ര തിക്നെസ് വേണം നോക്കിയിട്ട് അത്ര വെള്ളം ഒഴിച്ചിട്ട് അതിനെ നല്ലോണം മിക്സ് ആക്കുക. കറിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്. ഇനി ഇതിന് നല്ലോണം മിക്സ് ആക്കിയിട്ട് മൂടി വെക്കുക. മറ്റേ സൈഡ് മീൻ ഫ്രൈ ആക്കാൻ വെച്ചിന്. ഇപ്പോൾ കറി നല്ല പാങ്ങിൽ തളിച്ചിന്. ഇനി ഇതിനെല്ലാം നല്ലോണം മിക്സ് ആക്കാം. ഇപ്പോൾ കാളുകളെല്ലാം നല്ല പാങ്ങിൽ വെന്തിന്.
ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലോണം കലക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ആക്കി നോക്കി. മുട്ട നല്ലോണം കലക്കിയ പിന്നെ അതിനെ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിന് ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിന് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് അതിനെല്ലാം നല്ലോണം മിക്സ് ആക്കാം. അങ്ങനെ ചോറും കറിയും മീൻ ഫ്രൈ എല്ലാം ആയ പിന്നെ ഞാൻ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ച്. ഉച്ചക്ക് ചോറെല്ലാം വേവിച്ചിട്ടായ പിന്നെ ഞങ്ങൾക്കൊരു പാർസൽ വന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതിന് ഞാൻ വൈകുന്നേരം കുട്ടികൾ വന്ന പിന്നെ അതിനെ ഓപ്പൺ ആക്കിയത്. ഈ വീഡിയോ ഞാൻ ഫെബ്രുവരി 28 നോമ്പിന് മുന്നേ ഞാൻ ഷൂട്ടാക്കി വെച്ചത്. അതിന് ഞാൻ കുറച്ച് എഡിറ്റിംഗ് എല്ലാം ആക്കിയിട്ട് അപ്ലോഡ് ആക്കുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഫെബ്രുവരി 28 ഞങ്ങൾക്ക് പാർസൽ വന്നത്. 29 എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഉണ്ടായി. അങ്ങനെ ആയിട്ട് കേക്ക് ആക്കുന്ന ഫുള്ള് സെറ്റ് ഞാൻ ഓൺലൈനിൽ ബുക്കാക്കിയത്. ഞാൻ ഫസ്റ്റ് ടൈം കേക്ക് ആക്കുന്നത്. എനിക്ക് കേക്ക് ആക്കാനൊന്നും അറിയില്ല. കേക്ക് ആക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ആക്കാം. നമ്മളവിടെ എന്ത് പാർസൽ വന്നാലും വൈകുന്നേരം കുട്ടികൾ വന്ന പിന്നെ തന്നെ ഓപ്പൺ ആക്കണം. അതിന് മുമ്പ് ഞാൻ ഓപ്പൺ ആക്കാൻ പാടില്ല. അങ്ങനെ കുട്ടികൾ വന്ന പിന്നെ തന്നെ ഞാൻ ഇതെല്ലാം ഓപ്പൺ ആക്കിയത്. ഈ വീട്ടിൽ അത്ര ക്വാളിറ്റി നല്ല ഉണ്ടായിട്ടില്ല, നല്ല ടൈറ്റ് ഉണ്ടായി. ഇങ്ങനെ പിറ്റേഴ്സ് ഞാൻ കേക്ക് ആക്കിയിട്ട് ആകുമ്പോൾ ഞങ്ങൾക്ക് 2 ദിവസം കൈ അനക്കാൻ പറ്റിയിട്ടില്ല, അത്രക്കും വേദന ഉണ്ടായി. ബീറ്റർ എടുക്കുമ്പോൾ ഇലക്ട്രോണിക് ബീറ്റർ എടുക്കണം. ഇങ്ങനത്തെ കയ്യിൽ പ്രസ് ആക്കുന്ന എടുക്കാൻ പാടില്ല. ഞാൻ ഫസ്റ്റായിട്ട് കേക്ക് ആക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത്ര അറിയാത്തത് കൊണ്ട് ഞാൻ ഇത് മേടിച്ചത്. എൻ്റെ ഹസ്ബൻഡ് 4 കൊല്ലത്തേക്ക് ഒരു പ്രാവശ്യം ബർത്ത്ഡേ വരുന്നത് ഫെബ്രുവരി 29. അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് സ്പെഷ്യലായിട്ട് ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ എന്നെ കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഓർഡർ ആക്കിയത്. ഈ കേക്ക് സെറ്റിൽ എല്ലാം നല്ലുണ്ട്, ക്വാളിറ്റി എല്ലാം നല്ലുണ്ട്. മാത്രം ബീറ്റർ മാത്രം അത്ര നല്ലയില്ല. അതിങ്ങനെ പ്രസ് ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ഇങ്ങനെ പൊടിയായിട്ട് പോകണമെന്നുണ്ടായി. ബാക്കിയെല്ലാം ക്വാളിറ്റി തർക്കമില്ല, നല്ല ഉണ്ടായി. മെഷർമെൻറ്റ് സ്പൂണ് വലുത് 4 എണ്ണം ഉണ്ടായി, പിന്നെ ചെറുത് ഒരു 5 എണ്ണം ഉണ്ടായി. ഇത് കേക്കിൻ്റെ മേലെ ക്രീം അപ്ലൈ ആക്കുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കേക്കിൻ്റെ സൈഡിൽ ഡിസൈൻ ആക്കുന്നത്. ഇത് 4 എണ്ണം ഉണ്ട്, 4 തരത്തിൻ്റെ ഡിസൈൻ ഉണ്ട്. ഇത് ഞാൻ ബട്ടർ പേപ്പർ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ബട്ടർ പേപ്പർ അല്ല, അത് കേക്കൊക്കെ ഡിസൈൻ ആക്കാൻ ക്രീം ഇടുന്ന കവർ. അത് പിന്നെ ഇങ്ങനത്തെ 2 ബ്രഷ് കിട്ടുന്നു, ഒന്ന് ഓയിൽ അപ്ലൈ ആക്കുന്നു, പിന്നെ ഒന്ന് മറ്റേതും. ഇങ്ങനത്തെ മെഷർമെൻറ്റ് കപ്പ് 2 എണ്ണം ഉണ്ടായി. കേക്കിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു ബോർഡും ഉണ്ടായി. ഇത് കേക്കൊക്കെ ഡിസൈൻ ആക്കുന്നത്. ഇത് ഈ കവറിൻ്റെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഇതിനെ ഫിക്സ് ആക്കൽ. ഇത് 15 എണ്ണം ഉണ്ടായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.